കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എപ്പോഴും അറിയാം, രോഗികളുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുക എന്നതാണ്. ആ ബുദ്ധിമുട്ടിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കിയ ഒരു ആലപ്പുഴക്കാരൻ. കിടപ്പിലായ അച്ഛനെ പരിപാലിക്കാൻ അമ്മ ഒരുപാട് പ്രയാസം നേരിടുന്നുണ്ട് എന്ന് കണ്ടതോടെയാണ് മകൻ ഇങ്ങനൊരു കണ്ടുപിടുത്തത്തിലേക്ക് പോയത്. വെറും ഒരു കട്ടിലല്ലിത്. ഉള്ളിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് കട്ടിൽ വികസിപ്പിച്ചെടുത്ത ദിലീപ് കുമാർ പറയും. എങ്ങനെയാണ് ഈ കട്ടിലിന്റെ ഒരു പ്രവർത്തനം? എങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾക്ക് രോഗിക്ക് കിടന്നുറങ്ങുകയും ചെയ്യാം, അതുപോലെ തന്നെ അവരെ കുളിപ്പിക്കുകയും ചെയ്യാം. അവർക്ക് ടോയ്ലറ്റ് ആവശ്യങ്ങൾക്ക് അത് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബെഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിടപ്പിലായി പോയ രോഗികൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയാൻ അറിയാവുന്നവരുമുണ്ട്, പലർക്കും അത് പറയാൻ പോലും അറിയാൻ മേലാത്തവരുണ്ട്, ഓർമ്മശക്തിയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം. രണ്ടു പേർക്കും രണ്ട് രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ബെഡ് എന്ന് പറയുന്നത് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയാൻ അറിയാവുന്ന ഒരാൾക്ക് പറ്റുന്ന രീതിയിലാണ്. അങ്ങനെയുള്ള ഒരാൾ ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് അവരെ ചരിച്ച് കിടത്തിക്കൊണ്ട് ഈ ഭാഗം എടുത്ത് മാറ്റാൻ സാധിക്കും. ഈ ഭാഗം എടുത്ത് മാറ്റുമ്പോൾ ഇതിനകത്ത് നേരെ ടോയ്ലറ്റാണ്. പിന്നെ ഇരുന്നു കൊണ്ടും അവർക്ക് ടോയ്ലറ്റിൽ പോവാം, കിടന്നുകൊണ്ടും പോകണമെങ്കിൽ പോകാം, അവരുടെ ഇഷ്ടം പോലെ. നമുക്കിവിടെ ഷവറുണ്ട്, ആ ഷവർ വെച്ചാണ് അവരെ കുളിപ്പിക്കുന്നതും അവരെ ക്ലീൻ ചെയ്യിക്കാനെല്ലാം ഷവറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഫ്ലഷ് ഉണ്ട്, ആ ഫ്ലഷ് ബട്ടൺ തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വേസ്റ്റ് മുഴുവൻ ഫ്ലഷ് ചെയ്ത് നമ്മുടെ ടോയ്ലറ്റുകളിൽ, സാധാരണ വീട്ടിലെ ടോയ്ലറ്റിൽ എന്ത് സംഭവിക്കുന്നോ അതുപോലെ അത് ഫ്ലഷ് ഔട്ടായി നേരെ സെപ്റ്റിക് ടാങ്കിലേക്ക് പോവുക ചെയ്യും. ഈ ബെഡ് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യാം. എന്ത് ക്ലീൻ ചെയ്താലും നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ട് നോക്കിക്കോളൂ, നമുക്ക് നനവുണ്ടാവില്ല. അത് മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഈ എടുത്തുയർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പം സിമ്പിളായിട്ട് തോന്നുമെങ്കിലും രണ്ട് പേരെയാണ് അത് ബാധിക്കുന്നത്. ഒന്ന് രോഗിയെയും ഒന്ന് ഈ എടുത്തുയർത്തുന്നവരെയും. ആ എടുത്തുയർത്തുന്നവരാണ് ശരിക്കും ഒരു ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഞാൻ സ്വയം അറിഞ്ഞു. എൻ്റെ അമ്മ അത് അനുഭവിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നതും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയത്. 5 സ്റ്റാർ സൗകര്യങ്ങളൊക്കെ കണ്ടു. ഇതിനിപ്പോൾ എത്ര രൂപയാണ് വില? ഇതിന് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് 1,69,000 പ്ലസ് GST ആണ്. കട്ടിലിന് ചില മാറ്റങ്ങൾ വരുത്തി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിലുള്ള വിലയിലേക്ക് കൊണ്ടുവരാനുള്ള പരീക്ഷണങ്ങളിലാണ് ഓസ്ട്രേലിയയിൽ മെഡിക്കൽ ലാബോറട്ടറി സയന്റിസ്റ്റായി പ്രവർത്തിക്കുന്ന ദിലീപും സംഘവും. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. നല്ല സംവിധാനമാണ്, പക്ഷേ 1,69,000 എന്ന് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. പക്ഷേ രഘു അവസാനം സൂചിപ്പിച്ച പോലെ കുറച്ചുകൂടി കുറഞ്ഞ നിരക്കിലേക്ക് അതിന് മാറ്റാനുള്ളൊരു ശ്രമം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് എന്നത് നല്ല കാര്യമാണ്. അപ്പോൾ രഘു സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വികസിപ്പിക്കുന്നതിലേക്ക് വന്നത്. എങ്ങനെയാണ് കേരളത്തിലെ അതിൻ്റെ സാധ്യതകൾ? ഇപ്പോൾ വില കുറഞ്ഞ നിലയിലൊക്കെ വേഗത്തിൽ അത് ലഭ്യമാകുമോ? കെയർഡിൽ എന്നാണ് ഈ കട്ടിലിൻ്റെ പേര്. അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം ക്രെഡിൽ എന്നാണ് തൊട്ടിലിന് ഇംഗ്ലീഷിൽ പറയുക. മനുഷ്യൻ ജനിച്ചു വീണാൽ കുറച്ചധികം നാൾ, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് തൊട്ടിലാണ്. അപ്പോൾ തിരിച്ച് ഭൂരിഭാഗം ഇങ്ങനത്തെയുള്ള കിടപ്പ് രോഗികൾ ഭൂരിഭാഗവും മരണത്തിലേക്കുള്ള യാത്രയിലായിരിക്കാം. അപ്പോൾ ആ തൊട്ടിലിൻ്റെ ഒരു ഓർമ്മയ്ക്ക് തിരിച്ച് ജനനം തുടങ്ങി അല്ലെങ്കിൽ ജനിച്ചു വീണ കുറച്ചധികം നാൾ തൊട്ടിയിൽ കഴിയുകയും പിന്നീട് മരണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ വീണ്ടും അങ്ങനെ ഒരു ഇതിലേക്ക് മനുഷ്യൻ പോവുകയും ചെയ്യുന്ന ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ചിന്ത കൂടി അങ്ങനെ ഒരു പേരിന് ഉണ്ട്. എന്തായാലും ഇത് വളരെ പ്രയോജനകരമായ ഒരു കട്ടിലാണ്. ഒരു അല്പം വില കൂടുതലാണ്. നമ്മൾ വാർത്തയിൽ അവസാനം പറഞ്ഞതുപോലെ ഒരു പക്ഷേ കുറച്ചധികം ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ കുറച്ചധികം നാളിന് ശേഷം ഇതിൻ്റെ വില കുറയുമായിരിക്കും. കാരണം ദിലീപ് കുമാർ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയ കട്ടിലിന് 10 ലക്ഷത്തിലധികം രൂപ ചിലവ് വന്നു. പിന്നീട് അദ്ദേഹം അതിൻ്റെ വില കുറച്ചൊരെണ്ണം ചെയ്തപ്പോൾ വീണ്ടും അതൊരു 9 ലക്ഷത്തിലൊക്കെ അടുത്ത് വന്നു. പിന്നീട് ചെയ്തപ്പോൾ വീണ്ടും 5 ലക്ഷമായി. അങ്ങനെ ഓരോ ഘട്ടമായി വില കുറച്ച് കൊണ്ടുവരാനുള്ളൊരു വലിയ ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് വളരെ ഉപകാരപ്രദമാകും ജനങ്ങൾ. കാരണം വീട്ടിൽ വയ്യാതെ വളരെ കട്ടിലിൽ ദീർഘനാൾ കിടന്നിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായി. എൻ്റെ അമ്മൂമ്മ ഒരു 5 വർഷത്തിലധികം ഇങ്ങനെ കട്ടിലിൽ കിടന്ന ഒരാളാണ്. അന്ന് ഒരു 10-25 വർഷങ്ങൾക്കൊക്കെ മുമ്പാണ്. അന്ന് ഇത്രയും വലിയ ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്ത സമയത്താണ്. അന്ന് എത്രത്തോളം ബുദ്ധിമുട്ടി എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകളെന്ന് എനിക്കറിയാവുന്നതാണ്. സ്വാഭാവികമായിട്ട് തന്നെ ഇപ്പോഴാണെങ്കിലും കാല് വയ്യാത്ത ആളുകളൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയാൽ മതി, കാലനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാകുമ്പോൾ നമ്മൾ എത്രത്തോളം പാടുപെട്ടാണ് ബാത്റൂമിലേക്കൊക്കെ പോകുന്നതെന്ന് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് മനസ്സിലാവും. ഇതെന്തായാലും ആളുകൾക്ക് അത്തരത്തിലുള്ള ഈ പ്രായം ചെന്ന്
വയ്യാതായ മനുഷ്യർക്ക് മാത്രമല്ല, ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ ഉൾപ്പെടെ ഏതെങ്കിലും ആക്സിഡൻ്റൊക്കെ പറ്റി കുറച്ച് നാൾ കിടക്കേണ്ടി വന്നാൽ ഇത്തരത്തിലുള്ള കട്ടിലുകൾ വരും ദിവസം ഇതിൻ്റെയൊക്കെ ഒരു വലിയ പരീക്ഷണങ്ങളൊക്കെ നടക്കും, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്കൊക്കെ വരുമായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും വാടകയ്ക്ക് കിട്ടും. ഈ അങ്ങനെ ഓക്സിജൻ സിലിണ്ടറോ മാസ്കോ ഒക്കെ വാടകയ്ക്ക് കിട്ടുന്നൊരവസ്ഥയുണ്ട്. അതേപോലെ ഇത്തരത്തിലുള്ള കട്ടിലുകളും അധികം വൈകാതെ തന്നെ വാടകയ്ക്ക് കിട്ടുകയും സ്വന്തമായി വാങ്ങാനുമൊക്കെ ആളുകൾക്ക് കഴിയട്ടെ. എന്തായാലും ദിലീപ് കുമാറിൻ്റെ വിദേശത്ത് ഓസ്ട്രേലിയയിൽ നല്ല ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ സ്വന്തം അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ട് കുറച്ചു പേർക്കെങ്കിലും ഒഴിവാക്കി കൊടുക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അതിയായ ആഗ്രഹം കാരണം അദ്ദേഹം തൽക്കാലത്തേക്ക് ജോലിയൊക്കെ ഉപേക്ഷിച്ചാണ് ഇത്തരത്തിൽ. നിലവിൽ അദ്ദേഹത്തിന് ഇതിൽ നിന്ന് യാതൊരുവിധമായ വരുമാനവുമില്ല എന്ന് മാത്രമേ ഈ 2 ലക്ഷം രൂപ മുടക്കി അദ്ദേഹം ഇത് വിൽക്കുമ്പോഴും അദ്ദേഹത്തിന് വലിയൊരു മാർജിനൊന്നും കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻപത്തെ വരുമാനം വെച്ച് നോക്കുമ്പോൾ തുച്ഛമായ പൈസയെ കിട്ടുന്നുള്ളൂ. എന്നാലും സ്വന്തം അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കിടപ്പ് രോഗി അച്ഛൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിൽ നിന്ന് കുറച്ച് മനുഷ്യരെ എങ്കിലും സഹായിക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ മനസ്സിനെ നമുക്ക് ഒരു സല്യൂട്ട് കൊടുക്കാം. തീർച്ചയായും. എന്തായാലും പറഞ്ഞ പോലെ വരും നാളുകളിൽ കുറച്ചുകൂടി ഒരു വില കുറഞ്ഞ നിലയിലൊക്കെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ സാധാരണക്കാർക്ക് കുറച്ചുകൂടി പ്രയോജനമായി മാറും. എന്തായാലും അദ്ദേഹത്തിന് അതിനും കൂടി കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.